ഈ ജീവകാരുണ്യ പ്രവർത്തനവും സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്താൻ ഇന്ത്യക്കകത്തു നിന്നുള്ള ഫണ്ട് കൊണ്ട് പോരെ? എന്തിനാ വിദേശ ഫണ്ട്? അതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലേ? തന്നെയല്ല, ഒരു കാര്യം വ്യക്തമായിട്ട് എല്ലാ വിശ്വാസികൾക്കും അറിയും. തന്നെ ഇത് വിശ്വാസികളെ പൊതുവായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത് ചർച്ചയാക്കുന്നത്? കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും FCRA ഒരു ഗുണമുണ്ടോ? ഇല്ല. അതാണ് സത്യം, പച്ചയായ സത്യം. അപ്പം പിന്നെ അത് വെറുതെ സംസാര വിഷയമാക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. FCRAയുടെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി കണക്കില്ലാത്ത പണമെത്തുന്നത് കണ്ടപ്പോൾ അതിനെ തടയാനായിട്ട് ഒരു സ്റ്റേണായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ സഭ ചെയ്യേണ്ടത്? അതല്ലേ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസി, അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ക്രിസ്തീയ വിശ്വാസി, ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പൗരൻ എന്നുള്ളതിൽ നമ്മളിപ്പോൾ അതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിലെ ചൂടേറിയ ചർച്ച, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലുള്ള ചർച്ച FCRA ആണല്ലോ. FCRA ഇത് ചർച്ചാ വിഷയമാക്കിയത് ചങ്ങനാശ്ശേരി പിതാവ്, തറയിൽ പിതാവാണല്ലോ. കാര്യം, തറയിൽ പിതാവിൻ്റെ ഫോൺ നമ്പർ കിട്ടാനും ഇത് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കാനും അറിയാൻ മേലാഞ്ഞിട്ടും കഴിയാത്തതുകൊണ്ടല്ല. ഇത് നമ്മൾ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. അതിപ്പോൾ പൊതുജനം മൊത്തം അറിഞ്ഞു. അതുകൊണ്ട് പൊതുജനം മൊത്തം അറിഞ്ഞ് അങ്ങേക്കൊരു മറുപടി ഇടാമെന്നാണ് തീരുമാനിക്കുന്നത്. കറങ്ങി തിരിഞ്ഞ് എന്തായാലും തിരുമേനിയുടെ മൊബൈൽ ഫോണിനകത്ത് ഈ വോയിസ് എത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിതാവ് ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, FCRA ചർച്ചിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, ചർച്ചിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ഒരു പേര് പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ പിതാവേ. അതല്ലേ തിരുമേനി മനസ്സിലാക്കേണ്ടത്. ഇത് സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് എന്തിനാ? ഈ നാട്ടിൽ ആർക്കെല്ലാം എന്തെല്ലാം രീതിയിൽ FCRA ഉണ്ട്? അതിനകത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യാനാണെന്ന് ഒരു ലേബൽ, ഒരു ഭാഷ്യം കൊടുത്തത് അങ്ങല്ലേ? അതിപ്പം വേണമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? അതൊന്നാമത്തെ കാര്യം. 2, ഇത് അതിനകത്ത് തിരുമേനി പറഞ്ഞ മതപരിവർത്തനം അത് ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. സാധാരണ എല്ലാ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരോടും ചോദിക്കുമ്പം ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല, മനപരിവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. മനപരിവർത്തനം, ക്രിസ്തുവിൻ്റെ സുവിശേഷം മനപരിവർത്തനമാണെങ്കിൽ അതിപ്പോഴും നടത്താമല്ലോ. അതിനെതിരെ ബില്ലൊന്നും വന്നിട്ടില്ലല്ലോ, ഒരു നിയമവും എങ്ങും വന്നിട്ടില്ല. അപ്പോൾ ഈ FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ നമ്മൾ പഠിക്കണ്ടേ? അതല്ലേ ശരിക്കും ചെയ്യേണ്ടത്? അല്ല, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ക്രിസ്തുവേശു 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. FCRA ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ 12 പേര് പരസ്യ ശുശ്രൂഷ ചെയ്തു. അവരേതെല്ലാം ദേശങ്ങളിൽ പോയി? തോമസ് അപ്പോസ്തലൻ അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് കപ്പൽ കയറി കേരളത്തിൽ വരെ വന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും FCRA ഉണ്ടായിരുന്നു? പിന്നെ പൗലോസ് തൻ്റെ 1-ാം സുവിശേഷ യാത്ര, 2-ാം സുവിശേഷ യാത്ര, 3-ാം സുവിശേഷ യാത്ര ഇതെല്ലാം നടത്തിയിട്ട് FCRA ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പം പിന്നെ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം പൊതുവായിട്ട് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു ഭീകര പ്രശ്നത്തെ തടയിടാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ നമ്മൾ വിവേകത്തോടെ പെരുമാറേണ്ടതല്ലായിരുന്നോ എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജീവകാരുണ്യ പ്രവർത്തനവും സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്താൻ ഇന്ത്യക്കകത്തു നിന്നുള്ള ഫണ്ട് കൊണ്ട് പോരെ? എന്തിനാ വിദേശ ഫണ്ട്? അതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലേ? തന്നെയല്ല, ഒരു കാര്യം വ്യക്തമായിട്ട് എല്ലാ വിശ്വാസികൾക്കും അറിയും. തന്നെ ഇത് വിശ്വാസികളെ പൊതുവായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത് ചർച്ചയാക്കുന്നത്? കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും FCRA ഒരു ഗുണമുണ്ടോ? ഇല്ല. അതാണ് സത്യം, പച്ചയായ സത്യം. അപ്പം പിന്നെ അത് വെറുതെ സംസാര വിഷയമാക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പം പറയാനുള്ളത്. BJP ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഹൈഡ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായ സമയം ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയമാണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ധീരതയോടെ ചെയ്യുന്നു, ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇത് രാഷ്ട്രത്തെ സംബന്ധിച്ച് വലിയ ഭീകരമായ പ്രശ്നമായി മാറുന്നു കണ്ടപ്പോഴാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. ആദ്യമൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്ന, എന്തെല്ലാം പ്രകടനമായിരുന്നു ഇവിടെ, എന്തെല്ലാം പ്രഹസനമായിരുന്നു. ഇപ്പം ഏറെക്കുറെ അങ്ങ് അംഗീകരിച്ചു അല്ലേ? അതല്ലേ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്? FCRAയുടെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി കണക്കില്ലാത്ത പണമെത്തുന്നത് കണ്ടപ്പോൾ അതിനെ തടയാനായിട്ട് ഒരു സ്റ്റേണായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ സഭ ചെയ്യേണ്ടത്? അതല്ലേ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസി, അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ക്രിസ്തീയ വിശ്വാസി, ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പൗരൻ എന്നുള്ളതിൽ നമ്മളിപ്പോൾ അതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്?
തിരുമേനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ ഏതെങ്കിലും തരത്തിൽ BJP ക്രിസ്ത്യാനികൾക്ക് വിരോധിയാണ്, ശത്രുവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ, BJPയുടെ ഒരു നേതാക്കന്മാരോ RSSൻ്റെ ഒരു നേതാക്കന്മാരോ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ശത്രുവാന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മുസ്ലിങ്ങൾ ശത്രുവാന്ന് പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ ശത്രുവാന്ന് അവർ പറയാത്തിടത്തോളം കാലം എന്തിനാ അവരെ വിരോധിക്കുന്ന മനസ്സിലാക്കാത്തത്? അപ്പോൾ ഇനി അങ്ങനല്ല, അവർ ശത്രുക്കളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? വാട്ട് ബെനിഫിറ്റ് യു വിൽ ഗെറ്റ്? ഞാനോ നിങ്ങളോട് പറയുന്നത്, അവിടെ ഒന്ന് തിരുമേനി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. തിരുമേനിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, തിരുമേനിയുടെ ശ്രദ്ധയിൽ ഇപ്പം ഓർമ്മയിൽ വന്നില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഈ 2 കാര്യം ചെയ്താൽ പോരെ? അറ്റ്ലീസ്റ്റ് ക്രിസ്തുയേശു പറഞ്ഞ എന്തെല്ലാം കാര്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിലേറ്റവും കുറഞ്ഞ് ഈ 2 കാര്യം അങ്ങ് ചെയ്തുകൂടെ? BJP ആണ് ശത്രു എന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ BJP സ്നേഹിക്കുക, കൂടുതൽ സ്നേഹിക്കുക. കാരണം ക്രിസ്തു ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങൾ BJPയെ സ്നേഹിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതങ്ങ് ചെയ്താൽ പോരെ? പിന്നെ തിരുമേനിക്ക് അറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ശൗല് ക്രൂരത നിശ്വസിച്ചുകൊണ്ട് ഈ മാർഗക്കാരെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ ദമസ്കോസിലേക്ക് പിതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് പോയൊരു ചരിത്രം ഉണ്ടല്ലോ ബൈബിളിനകത്ത്. ആ ശൗലിനെ പിടിച്ച നിമിഷ നേരം കൊണ്ട് പൗലോസാക്കിയ ഒരു തമ്പുരാനിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ FCRA ഇല്ലെങ്കിലും ഇതിനേക്കാൾ വലിയ മാറ്റ നിരോധന ബില്ല് കൊണ്ടുവന്നാലും ക്രിസ്ത്യാനി ഇവിടെ നിൽക്കും. അതാണ് ചരിത്രം. അപ്പം അത് മനസ്സിലാക്കിയ പോരെ? എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇപ്പോൾ ഒരു കമോഷൻ ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാകാത്ത തിരുമേനി. പിന്നെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് തിരുമേനി, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു അല്ലേ? കൂട്ടത്തിൽ വേറൊരു കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു, 10-ാം അധ്യായത്തിലെ മത്തായി സുവിശേഷത്തിലെ. മത്തായി എഴുതിയ സുവിശേഷം അല്ലാതെ തേനീച്ചയും പാമ്പും പഴുതാരി എഴുതിയ നല്ല ബൈബിള്, അതും തിരുമേനിക്ക് അറിയാമല്ലോ. പശു, തേനീച്ച, ഇതൊന്നും എഴുതിയല്ലോ, മത്തായി തന്നെ എഴുതിയത്. ആ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നു, ആട്ടും തോലിട്ട ചെന്നായ്ക്കളെ സൂക്ഷിച്ചോൾവിൻ. അവിടാണ് റിയൽ ഡേഞ്ചർ കിടക്കുന്നത്. ഈ ആട്ടും തോലിട്ട ചെന്നായ്ക്കളെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. തിരുമേനി എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, MP-മാരെല്ലാം നാട്ടിലായിരുന്നു. ഈ 19 MP-മാരെ കൊണ്ട് എന്തോ ഗുണമാണ് തിരുമേനി കിട്ടിയിട്ടുള്ളത്? കേരളത്തിലുള്ള ഈ 19 MP-മാർ എന്തോ കാര്യത്തിനോ തീരുമാനം ഉണ്ടാക്കിയത്? മുനമ്പം വിഷയം തന്നെ എടുത്തു നോക്കിയേ. ഏതെങ്കിലും ഒരു MP നട്ടല്ലോടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കാൻ തുനിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ഈ പരിപാടി? അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് ധൈര്യമായിട്ട് പ്രസ്താവിച്ചിട്ട് കൂട്ടത്തോടെ NDA വോട്ട് ചെയ്യണം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ലേ സത്യത്തിൽ, അതല്ലേ ഇപ്പം ചെയ്യാനുള്ളത്? അതിന് പറ്റിയ ഏറ്റവും മികച്ച അവസരമാണ്. പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടന് FCRയുടെ കാര്യം പിടികിട്ടിട്ടില്ല. പെരുന്നാളിലെ മണിച്ചേട്ടനെ, വെള്ളാപ്പള്ളി നടേശനും FCRയുടെ കാര്യമൊന്നും കാര്യമായിട്ട് പിടികിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അവരെ കൂടെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ വയസ്സാങ്കാലത്തിന് അവരെ FCRA എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഈ FCRA ഉണ്ട്, തിരുമേനിക്ക് തന്നെ അറിയാമല്ലോ, തിരുമേനിയുടെ തൊട്ട് താഴെയുള്ള പാറയപ്പള്ളിയിലും വലിയ പള്ളിയിലും മാർക്കറ്റിലും ചങ്ങനാശ്ശേരി ചന്തയിലും ഒക്കെ ഉള്ള എത്രയോ വിശ്വാസികൾ അസുഖം കാരണം ബുദ്ധിമുട്ടി കഴിയുന്നു. അതുപോലെയുള്ള സാധാരണ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഈ FCRA എന്ന് വന്ന ഫണ്ടിൽ അതിൻ്റെ 0.1% ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് സത്യമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പൊതുവായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് അവർക്ക് തോന്നുന്ന പോലെ, അവരുടെ ഹൃദയത്തിന് തോന്നുന്ന പോലെ അവർ ഇപ്രാവശ്യം വോട്ട് ചെയ്യും. അതിന് ഈ ആവശ്യമില്ലാത്ത കൊമോഷൻ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു എന്ന് തിരുമേനിയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനും അങ്ങയുടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരത്തല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ക്രിസ്ത്യാനികൾക്ക് ഈ ക്രിസ്തു കാണിച്ച മാതൃക അങ്ങ് പിന്തുടരാം. എന്താ പറയുന്നത്, ഒരു ചലഞ്ചായിട്ട് എടുക്കാം. ഇപ്രാവശ്യം ഞങ്ങളെ ശത്രുവായിട്ട് കാണുന്ന, അവരാരും കാണുന്നില്ല കേട്ടോ, പക്ഷെ നമുക്ക് തോന്നുന്നെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ ശത്രുവിനെ അങ്ങ് സ്നേഹിക്കുന്ന, ആഴമായിട്ട് അങ്ങ് സ്നേഹിക്കുക.
ഇപ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ എൻ ഡി എക്ക്, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എൻ ഡി എക്ക് കുത്തും. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ നടക്കാത്ത വല്ല കാര്യമുണ്ടോ തിരുമേനി? തിരുമേനി ആവർത്തിച്ച് പ്രസംഗിക്കുന്നതല്ലേ. അപ്പോൾ അതല്ലേ ഏറ്റവും ഏറ്റവും ഇപ്പം ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം. അങ്ങനെയെങ്കിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്ന് വ്യക്തമാക്കുക.